ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർക്ക്. ഇന്ന് നമ്മൾ ബൈക്ക് ട്രെയിനിങ്, ഡോഗ് ട്രെയിനിങ് അതൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പിള്ളേർക്കുള്ള ഒരു കോണ്ടൻ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ നമ്മൾ പറയാൻ പോണത് എങ്ങനെയാണ് ഒരു ഡോഗിനെ ബൈക്ക് ട്രെയിനിങ് പഠിപ്പിക്കുക. അതൊരു 2 ഇയർ ഒക്കെ ആയിട്ടുള്ള ഡോഗാണെങ്കിൽ ആ ഡോഗിനെ എങ്ങനെയാണ് ബൈക്ക് ട്രെയിനിങ് പഠിപ്പിക്കുക. ഇവ ഓൾറെഡി ബൈക്ക് ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡോഗാണ്. ബെൽജിയം മെലിനോയ്സ് വളർത്തുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഡ്രൈവും ടെമ്പർമൈൻഡൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ഒരു ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു പില്ലോ, ബൈറ്റ് സ്ലീവ് അതുമ്മേക്ക് ഒരു ഫോക്കസ് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ബിൽഡാവുന്ന ഒരു ബ്രീഡാണ് ബെൽജിയം മെലിനോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രുദ്രയുടെ വിശേഷമാണ്, രുദ്രയുടെ ബൈക്ക് ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സെഷനിൽ കാട്ടിത്തരാൻ പോണത് നിങ്ങൾക്ക്. രുദ്ര എന്ന് പറയുന്നത് 2 ഇയറിൻ്റെ അടുത്തുള്ള ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറിങ് ഇഷ്യൂസുകളായിട്ട് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത ഡോഗാണ്. ബാംഗ്ലൂരാണ് അവൻ്റെ വീട്. അപ്പോൾ ഇവൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടിന്യൂസ്ലി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെമോ ഡോഗായിട്ടുള്ള വാഗേനെ കണ്ടപ്പോൾ എൻ്റെ ഫാമിലിക്ക് വളരെയധികം ഇഷ്ടം തോന്നി. കുറേ ആൾക്കാരൊക്കെ വന്ന് പെറ്റ് ചെയ്യുന്ന നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഒബീഡിയൻ്റ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡോഗ്. ഇപ്പോൾ ഇവരെ ഒരു പ്രൊട്ടക്ഷൻ ട്രെയിനിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു കോമ്പൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഫാക്ടറി, അതിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗാണ് പ്രൊട്ടക്ഷൻ ഡോഗ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡോഗ്. അതായത് നമുക്കിപ്പോൾ ഒരു ഹൗസിംഗ് കോളനിയിലൊക്കെ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ്. കുട്ടികൾ, അതർ എനിമൽസ്, ഇനിയിപ്പോൾ ഈവൻ എന്തൊക്കെ ഡിസ്ട്രാക്ഷനുകളിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാണ്ട് നല്ല ഒബീഡിയൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ കമാൻഡുകളൊക്കെ അനുസരിച്ച് നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരു ഡോഗ്. അൺനോൺ പേഴ്സണുകൾ നമ്മുടെ വണ്ടിയിലോട്ടോ നമ്മുടെ സർക്കിളിലോട്ടോ, അതായത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി അല്ലാണ്ട് വരികയാണെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ അത്ഭുത ദ്വീപിന് അമേരിക്കൻ പുള്ളിയാണ് ബ്രീഡ്. ഇവൻ്റെ വിശേഷങ്ങളും ഇവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസുകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വലുതൊരെണ്ണം ചെയ്യാം. ഇപ്പോൾ നമ്മൾ അമലിനെയാണ് ഈ ഒരു ഒബീഡിയൻസ് ട്രെയിനിങ് ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ ടെമ്പറായിട്ടുള്ള ഡോഗായി കൊണ്ട് തന്നെ ഇവൻ അതുമേക്ക് റീസോഴ്സ് ഗാർഡിങ് അടക്കം നല്ല രീതിയിൽ ചെയ്യും. ഒരു വട്ടം അവൻ്റെ കയ്യിലേക്ക് ആ ടഗ് കിട്ടി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു റീസോഴ്സ് ഗാർഡിങ് അവൻ ചെയ്യും. അപ്പോൾ അതാണ് അവൻ്റെ പ്രോബ്ലം. ബാംഗ്ലൂർ അവൻ്റെ വീട്ടിലാണെങ്കിലും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ വീട്ടിൽ ഇവർ ആൽഫ ക്യാരക്ടറായിട്ട് മാറുകയാണ്. ഇവൻ്റെ മെയിൻ ഗാർഡിയൻ ഹസ്ബൻഡിനെ മാത്രമാണ് ഇവൻ അനുസരിക്കുകയുള്ളൂ. പിന്നെ ഹസ്ബൻഡ്, കുട്ടി, വൈഫ്, ഇവരാണ് ആ 3 പേരും വീട്ടിലുള്ളത്. ഇവൻ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെ അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവരൊന്നും ഈ കുട്ടീനെ എടുക്കാൻ സമ്മതിക്കില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കില്ല കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട്. അങ്ങനെയാണ് ഇവൻ്റെ ക്യാരക്ടർ. ഇപ്പോൾ വൈഫ് തന്നെ കൂടുതലായിട്ട് ഇവനെ കറക്ഷൻ ചെയ്യാനോ കൂടുതൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വൈഫിനെ വരെ കറക്ഷൻ ചെയ്തിട്ട് കൺട്രോളിൽ നിർത്തും. അതാണ് ഇവൻ്റെ, അവരുടെ അടുത്ത് ഡൊമിനൻ്റ് ആയിട്ട് പോകും. അതൊക്കെ കണ്ടപ്പോഴാണ് ഇവർക്ക് പേടിയായി. ഇപ്പോൾ ഒരു പോയി ഇവരൊരു 3 ഇയർ 4 ഇയർ ഒക്കെ ആകുമ്പോൾ അൺകൺട്രോളബിൾ ആയിട്ട് മാറും. ഓൾറെഡി പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൽ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് അല്ല കഴിഞ്ഞിട്ടുള്ളത്, സത്യത്തിൽ നല്ലൊരു ഡ്രൈവ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡോഗ്. എന്തൊരു ഒബ്ജക്റ്റ് നമ്മൾ കൊടുത്താലും അതിലോട്ട് നല്ല രീതിയിൽ ബാർക്ക് ചെയ്യും, അഗ്രഷൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും. അതാണ് അവൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് വീട്ടിലോട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തോട്ട് ഇപ്പോൾ ഇവനെ യൂറിൻ പൊട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മൂവ് ചെയ്യണ ഒബ്ജക്റ്റുമേക്ക് പെട്ടെന്ന് തന്നെ അഗ്രസീവായിട്ട് പോവുക. ഹ്യൂമൻ, എനിമൽസ്, അതർ പെറ്റ്സ്, സ്ട്രേ ഡോഗ്സ് എന്തും വയ്ക്കും. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് മാറുകയാണ്. അപ്പോൾ അവനോട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാഗിയരെ പോലെ നല്ലൊരു ഡോഗാക്കി മാറ്റാൻ പറയുകയാണ്. 5 ഡേയ്സിൻ്റെ ഉള്ളിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. ബിഹേവിയറിങ് ഇഷ്യൂസുകൾ, അഗ്രഷൻ കൺട്രോളിങ്, ഓഫ് ലീഷ്, അതെല്ലാം നമ്മൾ ആ ഒരു സർക്കിളിൽ നല്ലപോലെ ചെയ്തു. എന്നിരുന്നാലും ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഡോഗിന് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഗ്രോ ചെയ്യുന്ന രീതികൾ, അതായത് ഞാൻ പറയുന്ന ഫിസിക്കലി അല്ല മെൻ്റലി ഡോഗ് ഒരുപാട് ഗ്രോ ചെയ്യും. ഇപ്പോൾ നമ്മൾ അവൻ്റെ ഈ പ്രോഗ്രാമുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് കണ്ടിരുന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇവൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസുകളിൽ നല്ല എക്സ്പ്ലനേഷൻ. ന്യൂസിലി നമുക്ക് ഈ ഒരു ട്രെയിനിങ് എങ്ങനെ നല്ല രീതിയിൽ ഡ്രൈവ് ബിൽഡ് ചെയ്താലാണ് അത് നല്ല രീതിയിൽ ഔട്ട് കമാൻഡ് വരിക. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റുമ്പോഴേക്ക് നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ബിൽഡ് ചെയ്തു, ഡോഗ് നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യുന്നുണ്ട്, പേടിക്കാണ്ട് നല്ല കോൺഫിഡൻസിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ ഡോഗിനെ നമ്മൾ ഔട്ട് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരണം. അതാണ് കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് ഒരു ഡോഗ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ഡോഗാവും. മറ്റേതൊരു ഗാർഡ് ഡോഗാണ്. ആ ഒരു കൺട്രോൾ ചെയ്യാൻ
ചെയ്യാനും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒരു ബ്രീഡുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. 90% ഡോഗുകളും നല്ല ഗാർഡ് ഡോഗ്സാണ്, പക്ഷേ കൺട്രോളബിൾ ഗാർഡ് ഡോഗ്സുകളാണ് വളരെ റെയർ ആയിട്ടുള്ളത്. അവരാണ് എല്ലാ കോമ്പറ്റീഷനുകളിലൊക്കെ വിൻ ചെയ്യുന്നത്. അവരാണ് ഒരു ഓണറുടെ പേരും പെരുമയൊക്കെ വളർത്തുന്നത്. നല്ലൊരു ഡോഗിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓണേഴ്സാണ് ആ ഒരു നല്ലൊരു ഡോഗിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു എഡ്യൂക്കേഷനാണ് ഒരു ഡോഗിന് കൊടുക്കേണ്ടത്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ വിലയിരുത്തുന്നതാണ്, ഡോഗിനേറ്റവും കൂടുതൽ പൈസ അവർക്ക് ട്രെയിനിങ്ങിന് ചിലവാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഡോഗിന് ട്രെയിനിങ്ങിനുള്ള പൈസയും അതിനൊരു 1 ഇയർ വരെ നല്ല രീതിയിൽ ഗ്രോത്തിൽ വളർത്തിയെടുക്കാനുള്ള മൾട്ടിവിറ്റാമിൻ, കാൽസ്യം, സപ്ലിമെൻറ്റ്, പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു വിശദമായിട്ടുള്ള പഠനം, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബ്ലഡ് ലൈൻ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബ്ലഡ് ലൈൻ, ആ ബ്രീഡിൽ തന്നെ പല പല ബ്ലഡ് ലൈനുകളുണ്ടാവും, അത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആ വർക്കൗട്ടുകൾ ഏത് ട്രെയിനറുടെ അടുത്താണോ ട്രെയിൻ ചെയ്യുന്നത് ആ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിനെ ചെയ്തു വരാം. നല്ല രീതിയിൽ മെൻ്റലി ഫിസിക്കലി ഒരു ഡോഗ് വളർന്നു വരാൻ മിനിമം ഒരു 3 ഇയർ എടുക്കും. അപ്പോൾ ഒരു 3 ഇയർ വരെ ചിലവാക്കാനുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് മുതിരാൻ പാടുള്ളൂ. പിന്നെ തിരഞ്ഞെടുക്കുന്ന ബ്രീഡ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കണം. ബെൽജിയം മെലിനോയ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹൈപ്പർ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബ്രീഡാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് കുറച്ചും കൂടി കുറഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു DDR ജർമ്മൻ ഷെപ്പേർഡിനെ തിരഞ്ഞെടുക്കാം. പിന്നെ ഡച്ചിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അതിലും ലോ ആയിട്ട് നിങ്ങൾക്ക് ജർമ്മൻ ഷെപ്പേർഡിനെ തിരഞ്ഞെടുക്കാം. അതിലും കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബ്രഡോഗ്, റിട്രീവറുകൾ, അങ്ങനെയുള്ള പല ബ്രീഡുകൾ തിരഞ്ഞെടുക്കാം. ബെൽജിയം മെലിനോയ്സ് 24 hours ഡ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ ഫുൾ ടൈം അതിനൊരു കമ്പൈനായിട്ട് കൊണ്ടു നടക്കാനും അതിനൊരു ഡ്യൂട്ടി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ബെൽജിയൻ മെലിനോയ്സിനെ നിങ്ങളുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ റെഫർ ചെയ്യുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡോഗിൻ്റെ ഇൻ്റലിജൻസും ഇതിൻ്റെ വർക്കിംഗ് കപ്പബിലിറ്റിയും ഇതിനെക്കുറിച്ചിട്ടുള്ള പല വീഡിയോസുകളും കണ്ടിട്ട് ഈ ഒരു ഡോഗിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ലെവലിലോട്ട് ഈ ഡോഗ് വളരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എഡ്യൂക്കേഷനുകൾ വേണം, എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് ആ ഒരു രീതിയിൽ നല്ലൊരു IQ ബെൽജിയം മെലിനോയ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഡോഗ് അൺകൺട്രോളബിൾ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഇവൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലുള്ള ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ടഗിലോട്ടോ ഇതുപോലെ ചെറിയ ബൈറ്റ് സ്ലീവിലോട്ടോ ഡ്രൈവ് ബിൽഡ് ചെയ്യുക. ഹാർനസ് ഉപയോഗിക്കുക. ഹാർനസ് ഉപയോഗിച്ചിട്ട് ഡബിൾ ലീഷും കൂടി ഉപയോഗിക്കാനാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് ഡീകോയ് ആയിട്ട് വരുന്ന ആൾ, അതായത് നമ്മൾ അപ്പുറത്ത് പ്രവോക്ക് ചെയ്തിട്ട് ഡോഗിന് ബൈറ്റ് കൊടുക്കുന്ന ആളെന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ അൺനോൺ പേഴ്സൺ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ലീഷ് ചെയ്യുക. ഡോഗ് ബൈറ്റ് മാറി വേറെ എവിടെയെങ്കിലും കടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഹാർനസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഡോഗിനെ ബൈറ്റ് സ്ലീവിൽ ചീപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡോഗ് ആ ബൈറ്റ് എടുക്കും. പിന്നെ എപ്പോഴും അത് അടിയിലിടാണ്ട് വീണ്ടും വീണ്ടും ബൈറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുതരുന്ന പോലെ ഡ്രൈവ് ബിൽഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ല നല്ല ടിപ്സുകളും രുദ്രരെ അപ്ഡേറ്റിംഗ് വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്ക് ബൈ.